ഹായ് ഗായ്സ്, ഞാൻ വീണ്ടും വന്നു നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോബ് ഫാം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഒരു അയൺ ഫാമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ട്യൂട്ടോറിയൽ പാട്ട്. അപ്പോൾ ഇത് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ AFK നിന്നാൽ തന്നെ ഇതിന് നല്ല അയണും പോപ്പിയൊക്കെ അയൺകോളം തരുന്നുണ്ട്. അയൺകോളം അവിടെ കത്തിച്ചാവുകയാണ്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അയൺകോളത്തിനെ കൊന്നിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ ആർമറും ടൂൾസുമാണ് ഞാൻ ഈ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ആ ഒരു കുറച്ച് നേരം ഞാൻ AFK നിന്നപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ഫുൾ അയൺ ആർമറിലോട്ടും ടൂൾസിലേക്കും മാറാനുള്ള അത്രയും അയൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ട്യൂട്ടോറിയലിൽ പോവാം. നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്. എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഒരെണ്ണം ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ സ്ലാബ് വേണം, ഹോപ്പർ വേണം, ട്രാപ്പ് ഡോർ വേണം, ബട്ടൺ വേണം, വാട്ടർ ബക്കറ്റ് വേണം, ചെസ്റ്റ് വേണം, പിന്നെ ടോർച്ച് വേണം. ഇത്ര ഐറ്റംസ് മതി നമുക്ക് നോർമലി ഒരു മോബ് ഫാം ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ ഒരു പില്ലർ ചെയ്യുക എന്നതാണ്. എന്നിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൽ നിങ്ങൾക്ക് പില്ലർ ചെയ്യാം. ഞാൻ കുറച്ചൊരു ചെറിയ ഹൈറ്റിലാണ് പില്ലർ ചെയ്യുന്നത്. അപ്പോൾ പില്ലറും ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാനങ്ങനെ ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ള സൈഡ് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ ഒരു ഡബിൾ ചെസ്റ്റ് പ്ലേസ് ചെയ്യണം. അതിന് ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ 4 ഹോപ്പർ വീതം കണക്ട് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഈ ഹോപ്പറിൻ്റെ മണ്ടയിൽ സ്ലാബ് വയ്ക്കും. സ്ലാബ് വയ്ക്കുമ്പോൾ ക്രൗച്ച് ചെയ്തിരുന്നാലേ വയ്ക്കാൻ പറ്റുള്ളൂ മൊബൈലിൽ കളിക്കുന്നവർക്ക്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് ഈ വച്ച സ്ലാബിൻ്റെ 8 സൈഡിൽ നിന്നും നമ്മൾ ഇതേപോലെ ബ്ലോക്ക് വെച്ച് നമ്മൾ പില്ലർ ചെയ്ത് ഒരു കൂട് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് മെയിൻലി നമ്മുടെ സ്പോൺ ആവുന്ന മോബിൻ്റെയൊക്കെ കില്ലിങ് ചേമ്പറായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ കില്ലിങ് ഓട്ടോമാറ്റിക്കായിട്ടല്ല വയ്ക്കുന്നത്, നമ്മൾ കൊല്ലുന്നതായിട്ടാണ്. അതാകുമ്പോൾ നമുക്കൊരു HP ഫാമും കൂടെ ആകും. നമുക്ക് ആവശ്യമുള്ള മോബിനെ കൊണ്ട് നമുക്ക് മോബിൻ്റെ ലൂട്ടും കിട്ടും, HPയും കിട്ടും. സോ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ബ്ലോക്കും കൂടെ കൂട്ടിയിട്ട് മൊത്തം 22 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ നിങ്ങൾ ഇതേപോലെ ഒരു കൂടുണ്ടാക്കണം. അപ്പോൾ കൂടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ കൂടുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ഓരോ സൈഡിൽ നിന്നും വെച്ച ബ്ലോക്കിൽ നിന്ന് ഇതേപോലെ 7 ബ്ലോക്ക് വരുന്ന രീതിയിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതേപോലെ തന്നെ നമ്മൾ ഈ 4 സൈഡിലും നമ്മൾ ഇതേപോലെ ചെയ്യും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ 4 സൈഡിൽ 7 ബ്ലോക്ക് വീതം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം പോലെ കിട്ടിയില്ലേ, അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ 2 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മൾ ഒരു വാളുണ്ടാക്കണം. അപ്പോൾ വാളുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ബ്ലോക്ക്സ് ചൂസ് ചെയ്യാം. ഞാനൊരു സിമെട്രിക്കിന് വേണ്ടിയിട്ടും പിന്നെ കാണാൻ കൊള്ളാവുന്ന ഡിസൈനിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ്. നമ്മളങ്ങനെ വാൾസ് അതിന് ചുറ്റും ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് ഇതിന് ചുറ്റും നമ്മൾ ഇപ്പം ഈ വച്ചയിൽ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നില്ലേ, അപ്പം അതൊരു പില്ലർ പോലെയല്ലേ, ആ എക്സ്റ്റെൻഡ് ആയ പ്ലാറ്റ്ഫോംസ് മൊത്തം ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഉണ്ടാക്കിയ ഒരു സ്ക്വയർ പ്ലാറ്റ്ഫോം പോലെ ഇരിക്കുന്നില്ലേ, ഇതിന് ചുറ്റും 3 ബ്ലോക്ക് ഹൈറ്റിൽ വീണ്ടും ഒരു മതിലുണ്ടാക്കണം. അപ്പം ആ മതിലുണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ ഇതിന് ചുറ്റും മതിലുണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതേപോലെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യാൻ മാത്രമല്ല, എന്നിട്ട് ആ ട്രാപ്പ് ഡോർ അടച്ചും കൂടെ വയ്ക്കണം. ഈ ട്രാപ്പ് ഡോർ വയ്ക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ സ്പോൺ ആവുന്ന മോബ്സിന് അറിയത്തില്ല ഇത് ട്രാപ്പ് ഡോർ അടഞ്ഞിരിക്കുവാന്ന്. ആകെ നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇത് അടഞ്ഞിരിക്കുവാന്ന്. അപ്പോൾ ഈ മോബ്സ് ഇതുവഴി കൂടെ അങ്ങോട്ട് കടക്കാലോ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പുള്ള കാര്യം അവർക്കറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഈ ട്രാപ്പ് ഡോർ ഇങ്ങനെ ഇരിക്കുവാണ്, അല്ലാതെ അത് ക്ലോസ്ഡ് ആണെന്നുള്ള ബോധം അവർക്കില്ല. അപ്പോൾ അവരിതിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ വെച്ച ഈ കുഴിയിൽ അവർ വീഴും. അതാണ് മെയിൻ ഉദ്ദേശം ട്രാപ്പ് ഡോർ വയ്ക്കുന്നതിൻ്റെ. അപ്പോൾ ഇനി ട്രാപ്പ് ഡോർ മൊത്തം വെച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വാട്ടർ ബക്കറ്റിൻ്റെ ഉപയോഗം. നമ്മൾ ഈ സൈഡിൽ ഇങ്ങ് കോർണറിൽ വന്നിട്ട് രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മോബ്സ് മേളിൽ ഇങ്ങനെ നടന്നു വന്ന് ഈ കുഴിയിൽ വീഴുമ്പോൾ ഈ വാട്ടർ പുഷ് ചെയ്ത് അവരിങ്ങോട്ട് ഒഴുക്കി ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അവർ ആ കുഴിയിൽ വീഴും. അപ്പോൾ അവർ ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ തന്നെ അത്യാവശ്യം അവർക്ക് ഫോൾ ഡാമേജ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒറ്റ വെട്ട് കൊടുക്കുമ്പോൾ തന്നെ അവന്മാർ ചത്തോളും. ഇനി നമ്മൾ ചെയ്യേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ബട്ടൺ പ്ലേസ് ചെയ്യണം ഓരോ ബ്ലോക്ക് വിട്ട്. ഈ ബട്ടൺ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബട്ടൺ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പൈഡർ സ്പോൺ ആവില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, സ്പൈഡർ സ്പോൺ ആവുന്നത് നല്ല കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇത് പ്ലേസ് ചെയ്യുന്നതെന്ന്. ഇത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്പൈഡർ സ്പോൺ ആകാതിരിക്കാനാണ്. സ്പൈഡർ സ്പോണായി കഴിഞ്ഞാൽ ഈ സ്പൈഡറിന് മതിലിൽ കൂടെ ഇങ്ങനെ അള്ളി കയറാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി മോബ്സ് സ്പോണായി കഴിഞ്ഞാൽ അതിനങ്ങനെ കഴിവില്ലാത്തതുകൊണ്ട് അത് നടന്ന് അവിടെ വെള്ളത്തിൽ വീണ് അതിങ്ങനെ ഒഴുകിപ്പോവും. പക്ഷേ സ്പൈഡറിന് മതിൽ കയറാനുള്ള കഴിവുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ഇവിടെ സ്പോണായിട്ട് ഈ ട്രാപ്പ് ഡോറിൽ കൂടെ കടക്കാതെ മതിലിൽ കയറി ഇവിടെ മുകളിൽ ഒരുപാടെണ്ണം വന്നിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വേറെ ഒരു മോബും സ്പോൺ ആവില്ല. ആകെ അവിടെ ചിലന്തി സ്പോണായി ഒരുപാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ മോബ്സിന് സ്പോൺ ആവാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മോബ് ഫാം എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവത്തുമില്ല. പിന്നെ ഈ സ്പൈഡർ മാത്രം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വേറൊരു മോബ് സ്പോൺ ആവുകയില്ല. അപ്പം നമ്മുടെ ഫാം വർക്കാവില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്പൈഡർ സ്പോൺ ആവണ്ട എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ബട്ടൺ പ്ലേസ് ചെയ്ത്. അപ്പം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബട്ടൺ ഫുള്ളി പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കൂട് പോലെ ആക്കുക. ഇതിൻ്റെ മൊത്തവും അടച്ച് ഇതിൻ്റെ ഇന്നർ സൈഡ് ഫുള്ളി ഡാർക്ക് ആവുന്ന രീതിയിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മേൽഭാഗം മൊത്തം ബ്ലോക്ക് വെച്ച് അടയ്ക്കണം. അപ്പോൾ ബ്ലോക്ക് വെച്ച് അടച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഫുള്ളി ബ്ലോക്ക് വെച്ച് ഞാൻ അടച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടോർച്ച് വയ്ക്കണം. ഇല്ലെങ്കിൽ മോബ്സ് അകത്ത് സ്പോൺ ആവാതെ ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ വെളിയിൽ സ്പോൺ ആവും. അപ്പോഴും നമ്മുടെ മോബ് ഫാം അത്ര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് മുകളിൽ ടോർച്ച് വയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ടോർച്ച് വയ്ക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ അറിയാമല്ലോ ഒരു ഡാർക്ക്നെസ് വരുന്ന സൈഡ്, അവിടെ നോക്കിയിട്ട് ഡാർക്ക്നെസ് ഇല്ലാതെ ഇരിക്കുന്ന രീതിയിൽ അവിടെ നിങ്ങൾ ഇതുപോലെ ടോർച്ച് പ്ലേസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മോബ് ഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് AFK നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് ഇത്രയും മോബ് ഇവിടെ സ്പോണായിട്ടുണ്ട്. ആക്ച്വലി ഇത് ബിൽഡ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, നിങ്ങൾ ഇതേപോലെ ട്രാപ്പ് ഡോർ ഇവിടെ പ്ലേസ് ചെയ്തെടുക്കണേ. ഇല്ലെങ്കിൽ മോബ് സ്പോൺ ആകുന്നതിൽ ക്രീപ്പർ സ്പോൺ ആകുമ്പോൾ ക്രീപ്പറിന് നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ ക്രീപ്പർ അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ബ്ലോക്സ് എല്ലാം അങ്ങ് പൊട്ടും. അപ്പം പിന്നെ ഉണ്ടാക്കിയ വേസ്റ്റ് ആവില്ലേ. അതുകൊണ്ട് നിങ്ങൾ ഈ ട്രാപ്പ് ഡോർ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഇവരെ കൊല്ലാൻ വേണ്ടി കയറിയ സമയത്ത് എൻ്റെ HP 5-ലായിരുന്നു. 5-5.25 ആയിരുന്നു. 6 വയ്ക്കാം നമുക്ക്. പിന്നെ ഇത്രയും മോബ്സിനെ കൊന്നപ്പോൾ തന്നെ അത് 16ആയി. അപ്പം തന്നെ 10 HP കൂടിയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മോബ് ഫാം എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന്. അങ്ങനെ നമ്മുടെ മോബ് ഫാം ഇവിടെ റെഡിയാണ്. നമ്മുടെ മോബ് ഫാം ഉണ്ടാക്കുന്ന വീഡിയോ ട്യൂട്ടോറിയൽ പാർട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.